വിശപ്പില്ലായ്മ പലർക്കും ഒരു വലിയ പ്രശ്നമാണ്. ഈ വിശപ്പില്ലായ്മ എന്നുള്ളത് ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, അതൊരു സിംറ്റമാണ്. എന്നാൽ വിശപ്പില്ലായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പേര് തന്നെ ഉണ്ട്, നമുക്ക് വിശപ്പില്ല, കഴിക്കാൻ തോന്നുന്നില്ല. എന്നാൽ അതിനെ മെഡിക്കലി പറയുന്നത് അനോറെക്സിയ എന്നാണ്. എങ്കിൽ ഈ അനോറെക്സിയ നെർവോസ എന്നൊരു ടേമിലേക്ക് എത്തുമ്പോൾ അതൊരു ഡയഗ്നോസിസ് കണ്ടീഷനായി. അതായത് അപ്പൊ ആ പേഷ്യന്റിന് വിശപ്പുണ്ടാവും, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മൾ ആ ഡിസീസ് കണ്ടീഷനിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഈ അനോറെക്സിയ അല്ലെങ്കിൽ ഈ വിശപ്പില്ലായ്മയ്ക്ക് എന്താ കാരണം? കാരണങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പൊ അതിനെ പ്രധാനമായിട്ട് 3 തരംതിരിക്കാം. ഒന്ന് ഫിസിക്കൽ കോസസ്, പിന്നെ ഇമോഷണൽ കോസസ്, പിന്നെ അണ്ടർലൈങ് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് കൊണ്ട്. ഈ ഫിസിക്കൽ കോസസിൽ പ്രധാനമായിട്ട് ഈ പല്ലുവേദന അല്ലെങ്കിൽ തൊണ്ടവേദന, അതല്ല എന്തെങ്കിലും ഇഞ്ചുറീസ് വായിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ വരികയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ നമുക്ക് സ്മെല്ലോ ടേസ്റ്റോ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അതേപോലെ ഈ സർജിക്കൽ കണ്ടീഷൻസിന്റെ ശേഷം എന്തെങ്കിലും തൈറോയ്ഡ് പോലത്തെ സർജറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പുണ്ടാവില്ല. ഇനി അതേപോലെ ഇമോഷണൽ സൈക്കോസൊമാറ്റിക് കണ്ടീഷൻസ് എന്തൊക്കെയാ? ആങ്സൈറ്റി, സ്ട്രെസ്, ടെൻഷൻ, അതേപോലെ ഡിപ്രഷൻസ്. പക്ഷെ ഡിപ്രഷന്റെ കേസിൽ ചില ആളുകൾക്ക് ഈ ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ഇനി അതേപോലെ അണ്ടർലൈങ് കോസസ് ആയിട്ടുള്ള ഡിസീസുകൾ, അതായത് എന്തൊക്കെ ഡിസീസുകൾ വരാം, എവിടെ വേണമെങ്കിലും, അതായത് ലിവറിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ഈ ജോണ്ടിസ് പോലുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇനി വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരം രോഗത്തിൽ, ഇവയ്ക്കെല്ലാം ഒരു സിംറ്റമായിട്ട് ഈ അനോറെക്സിയ അറ്റാച്ച് ചെയ്ത് വരാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ചില ചികിത്സകൾക്ക് ശേഷം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സിന് ശേഷം അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ അനോറെക്സിയ വിശപ്പില്ലായ്മ വരാറുണ്ട്. അപ്പോൾ കുട്ടികളിലാണ് ഈ അനോറെക്സിയ കൂടുതലായിട്ടും കാണുന്നത്. അത് അവർക്ക് ഈ കളിക്കേണ്ട ധൃതി കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ കളർഫുൾ അല്ല, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ കിഡ്സ്, കൂടുതലും കുട്ടികൾ അത് ഭക്ഷണത്തിനോട് ഒരു വിരോധം കാണിക്കുന്നത്. അങ്ങനെയല്ല കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ശരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് കുട്ടികളെന്നല്ല, തുടർച്ചയായിട്ട് ഈ ഭക്ഷണം കഴിക്കാനുള്ള തോന്നലേ ഇല്ല, വിശപ്പേ ഇല്ല, അത് പിന്നീട് ക്ഷീണം, തളർച്ച, തലകറക്കം, അല്ലെങ്കിൽ അതുപോലുള്ള BP വ്യത്യാസമാകുക, അങ്ങനെയൊക്കെയുള്ള കുറെ സിംറ്റംസ് ആയിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു റെഡ് സൈൻസ് ആണ്. അങ്ങനെയല്ല നമ്മൾ കാലാവസ്ഥ കൊണ്ട്, അല്ലെങ്കിൽ ഒരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഓവർ മീൽ ചെയ്ത് കൂടുതൽ ഉച്ചഭക്ഷണമൊക്കെ കൂടുതലായിട്ട് ഹെവി ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സമയത്ത് നെക്സ്റ്റ് ടൈം കുറച്ച് വിശപ്പില്ലാണ്ടൊക്കെ വരാം. ഇതൊക്കെ നോർമലാണ്. അങ്ങനെയല്ലാതെ ഈ റെഡ് സൈൻസോട് കൂടി വരുന്ന വിശപ്പില്ലായ്മയെ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ഒന്ന് ചെയ്യേ വേണം. ഓക്കെ, താങ്ക് യു.